വയൽക്കാറ്റിനെതിരെ മറ്റൊരു കൊടുങ്കാറ്റുപോലെ ശാരദാമ്മ പാഞ്ഞു. തൊട്ടു പിന്നാലെ ഇന്ദുവും. വയൽ സാമ്രാജ്യത്തിനപ്പുറമെത്താൻ തനിക്ക് കഴിയുമോ എന്നവർക്ക് ഇപ്പോഴും നിശ്ചയമില്ല. എന്നാലും അനിർവചനീയമായൊരു ചാരിതാർത്ഥ്യത്തിൻ്റെ നുറുങ്ങുകൾ സംതൃപ്തിയുടെ പുഞ്ചിരിയായി ആ മുഖത്തുണ്ടായിരുന്നു. ഇല്ലപ്പടി ഓടിയിറങ്ങുമ്പോൾ പിന്നിൽ വൈനതയും തിരുമേനിയുടെ ഗർജനം കേട്ടിരുന്നു. പൂജാമുറി ചവിട്ടി തുറക്കുന്ന ഭയങ്കര ശബ്ദവും തിരിച്ചറിഞ്ഞിരുന്നു. ചെല്ലട്ടെ, അയാൾ പൂജാമുറിയിൽ നിന്ന് ദുഷ്ടമൂർത്തികളെ മുഴുവൻ അഴിച്ചുവിടട്ടെ. അവറ്റകൾ തന്നെ കടിച്ചു ചീന്തിയാലും ഇനി സങ്കടമില്ല. മുഖമടച്ചൊരൊറ്റ അടിയായിരുന്നു. തിരുമേനി വേച്ചു വേച്ച് നിലത്തു വീണു. തൊട്ടു പിന്നാലെ ആ മുഖത്തു തന്നെയാണ് ഇന്ദുവിൻ്റെ തൊഴിയും കൊണ്ടത്. കടവായിൽ നിന്ന് നിണം പനിക്കുന്നത് ഒരു മാത്ര കണ്ടു. പിടഞ്ഞെണീക്കാനോ എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലാനോ ഇടം ലഭിക്കും മുൻപേ അവർ പടിക്കെട്ടിറങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ വയലിലേക്ക് ചുവടുവയ്ക്കും മുൻപേ പൂജാമുറിയുടെ വാതിൽ തൊഴിച്ചു തുറക്കുകയായിരുന്നു വൈനതയും തിരുമേനിയും. അയാളുടെ സ്വബോധം ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ടതുപോലെ ഉണ്ടായിരുന്നു. ഭ്രാന്തൻ നായരുടെ വെപ്രാളം പോലെ ഒരു തിടുക്കമായിരുന്നു എല്ലാറ്റിനും. പക അഗ്നിപർവ്വതമായി പൊട്ടിക്കഴിഞ്ഞിരിക്കുന്ന തിരുമേനിക്ക് ന്യായാന്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു ഞൊടിയുടെയും വേണ്ടായിരുന്നു. വീണ്ടും താൻ ഭ്രാന്തിൻ്റെ വക്കിലേക്കാണോ ചരിക്കുന്നതെന്ന് അദ്ദേഹത്തിനു തന്നെ നിശ്ചയമില്ലാത്തതുപോലെ. ശാരദാമ്മയെ ഒരു മോഹനിദ്രയ്ക്ക് അടിപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ആ മാന്ത്രിക കെട്ട് അഴിച്ചതാര്? രാത്രി തന്നെ മനുഷ്യരക്തം കൊണ്ടൊരു ഹോമവും കുരുതിയും ചെയ്യാൻ നനച്ചിരുന്നതാണ്. പക്ഷേ ഇന്ദുവും കൈവിട്ടുപോയില്ലേ? താത്രിക്കുട്ടിയും ഇല്ലം വിട്ടിരിക്കുന്നു. ആദ്യം തെല്ലൊന്നമ്പരന്നെങ്കിലും വൈനതയും തിരുമേനി അവളെ പിന്തുടരാൻ ഉദ്ദേശിച്ചില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. അവളിവിടെ മകളായുണ്ടെന്ന് പറയുന്നത് കൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അല്ലെങ്കിൽ അത്രയും ഗൗരവമായി മകളെ അയാൾ കരുതിയിരുന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം തിരുമേനി മകളെ ഓർത്തു. അത് ഇന്ദുവിന് പകരം ഒരു ബലിവസ്തുവായിട്ടായിരുന്നു. ഉദ്ദേശങ്ങൾ ഒന്നുപോലും സാധിതപ്രായമാകാതെ പോകുന്ന അവസ്ഥയാണിപ്പോൾ. എന്തെല്ലാം ഉദ്ദേശിച്ചു, എന്തെല്ലാം തുടങ്ങുകയും ചെയ്തു. ഒരൊറ്റയൊരെണ്ണമെങ്കിലും മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. പണ്ടൊരു ശ്രീധരൻ നായർ മാത്രമേ തന്നെ എതിർക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിതാ എല്ലാവരും ഒരുപോലെ ശ്രീധരൻ നായരായിരിക്കുന്നു. ദേവമ്മയില്ലെങ്കിലും സ്വരക്തത്തിൽ പിറന്ന അപ്പുണ്ണിയും പരസ്യമായി തന്നെ അപമാനിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ശാരദാമ്മ, മകൾ. വൈനതയും തിരുമേനി ഭ്രാന്തമായൊരാവേശത്തോടെ പൂജാമുറിയിലെ മുഴുവൻ വിളക്കുകളും കൊളുത്തി. 1008 ഇറുക്കിലി പന്തങ്ങൾ എണ്ണ നനച്ചു വെച്ചു. ഇനി പൂജാമുറിയിൽ നിന്ന് അയാൾ ഇറങ്ങണമെങ്കിൽ അത് ലക്ഷ്യപൂർത്തീകരണത്തിന് മാത്രമായിരിക്കും. തിരുമേനിയുടെ നാവിൻ തുമ്പിൽ നിന്ന് മന്ത്രങ്ങൾ ഇറുന്നു വീഴാൻ തുടങ്ങി. വളരെ വൈകിയാണ് അപ്പുണ്ണി കവലയിൽ നിന്നും മടങ്ങിയത്. അവൻ്റെയൊപ്പം മേനോനും അപ്പുകുട്ടി പൊതുവാളും ഉണ്ടായിരുന്നു. ഇവരിൽ ആരുടെയെങ്കിലും വീട്ടിലാണ് രാത്രി കഴിച്ചുകൂട്ടാൻ അവൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈനതയുടെ നേരിട്ടുള്ള ആക്രമണത്തെയും പ്രത്യാക്രമണത്തെയും പറ്റിയായിരുന്നു ആ നേരം വരെ കവലയിലെ സംസാരം. അച്ഛനെതിരെയുണ്ടായ ആദ്യത്തെ ആക്രമണത്തോടെ തന്നെ അപ്പുണ്ണിയെ അവർക്ക് വിശ്വാസമായി കഴിഞ്ഞു. മേനോൻ്റെയും പൊതുവാളിൻ്റെയും വിശദീകരണങ്ങൾ കൂടി ആയപ്പോൾ അപ്പുണ്ണി അപ്പുക്കുട്ടനെ പോലെ പ്രിയങ്കരനായി. ഇത് അപ്പുക്കുട്ടനാണെന്ന് നമ്മൾ വിശ്വസിക്കുക. അപ്പുക്കുട്ടനായിരുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമായിരുന്നുവോ അതൊക്കെ അപ്പുണ്ണിയും നമുക്കായി ചെയ്യും. അതു മതിയല്ലോ, ധാരാളം മതി. പിന്നീട് അവനെക്കുറിച്ച് മതിപ്പില്ലാത്തവരും അങ്ങനെ സമ്മതിച്ചു. വയൽ സാമ്രാജ്യത്തിൻ്റെ കിഴക്കേ നടവരമ്പിലൂടെ മൂവരും നടന്നു പോവുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ളത് ഉടനെ ചെയ്യണം. ഒരു ദിവസം പോലും അവധി വെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവാൾ ശബ്ദമടക്കി പറഞ്ഞു. വൈനതയും തിരുമേനി കത്തിപ്പടരുന്ന പകയുമായാണ് ഇല്ലത്തേക്ക് പാഞ്ഞിരിക്കുന്നത്.
അയാൾ ഈ രാത്രി തന്നെ നമുക്കെതിരെ കരുക്കൾ നീക്കും. പൊതുവാൾ അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ ഏറ്റവും പിന്നിലായിരുന്ന മേനോന്റെ തൊണ്ടയിൽ നിന്ന് ഒരാർത്തനാദം ഉദ്ഭവിച്ചു. ഇരുവരും നടുങ്ങിത്തിരിഞ്ഞു നോക്കുമ്പോൾ വയലിൽ വീണുകിടന്ന് പിടയുകയാണ് മേനോൻ. ആരോ ബലമായി ആ കഴുത്തിൽ കുത്തിയമർത്തി പിടിച്ചിരിക്കുകയാണെന്ന് തോന്നും. ആ പിടി വിടുവിക്കാൻ തത്രപ്പെടുന്ന മട്ടിലാണ് മണ്ണിൽ കിടന്നുള്ള പിടച്ചിൽ. മേനോന്റെ കണ്ണുകൾ പൂർവാധികം പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. പ്രാണവായുവിന് പിടയുന്ന ഊർധ്വം വലിക്കാരന്റെ വിമ്മിട്ടം ചലനങ്ങളിലുടനീളം വ്യക്തമായിരുന്നു. ഒരൊറ്റ കുതിക്ക് അപ്പുണ്ണി മേനോനടുത്തെത്തി. ഇത്തരമൊരു ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്ന് അവൻ അറിയുമായിരുന്നില്ല. പക്ഷേ അപ്പോൾ ചെയ്യേണ്ടതെന്താണെന്ന് അപ്പുണ്ണിയുടെ മനസ്സിലിരുന്ന ആരോ ഉപദേശിച്ചു കൊടുത്തു. വീണു പിടയുന്ന മേനോന് മുകളിലേക്ക് യോഗദണ്ഡ് നീട്ടിപ്പിടിച്ചു. അതുവരെ ചൊല്ലിയിട്ടില്ലാത്തൊരു മന്ത്രത്തിന്റെ ധ്യാനശ്ലോകം നാവിൻ തുമ്പിൽ നിന്നിറന്നു വീണു. അതൊന്നും അപ്പുണ്ണിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലെന്നതാണ് നേര്. ഏതായാലും ക്ഷിപ്രഫലമായിരുന്നു. മേനോന്റെ ആർത്തനാദം ഞരക്കമായി ഒതുങ്ങി. നിമിഷങ്ങൾക്കകം അയാൾ വയലിൽ നിന്ന് ചാടിപ്പിടഞ്ഞെണീറ്റു. കഴുത്തിൽ അപ്പോഴും മേനോൻ തടവുന്നുണ്ടായിരുന്നു. എന്താ മേന്നെ, എന്താ പറ്റിയത്? പൊതുവാൾ ഉത്കണ്ഠാകുലനായി. ആരോ പിന്നിൽ നിന്ന് എന്നെ പിടിച്ച് വലിച്ച് നിലത്തിട്ടു. കൂർത്തുമൂർത്ത നഖങ്ങളണിഞ്ഞ വിരലുകൾ കഴുത്തിൽ അമർത്തി. അല്ല പൊതുവാളെ, സത്യത്തിൽ എനിക്കെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്നാൽ എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ അത് പറയുന്നില്ല. നിങ്ങൾ ഇരുവരും എൻ്റെ മുന്നിൽ നടന്നോളൂ. ഇത്തവണ കഴുത്തിൽ പിടിവീണതേയുള്ളൂ. ഇനി ചിലപ്പോൾ ആളു തന്നെ അപ്രത്യക്ഷമായെന്ന് വന്നേക്കാം. അതിനൊന്നിനും ഇട കൊടുക്കും മുൻപേ നമുക്കിവിടം വിടണം. വയലിനപ്പുറത്തെങ്കിലും എത്തണം. അപ്പുണ്ണി പറഞ്ഞു. ഇരുവരും ഭയന്നു കിടുങ്ങി. ഈ വയൽ സാമ്രാജ്യമാണ് അപകടങ്ങളുടെ വിളനിലം. വൈനതയൻ തിരുമേനി വിജയസിംഹാസനം കയറിയതത്രയും ഇതേ വയൽ സാമ്രാജ്യത്തിൽ വെച്ചായിരുന്നു. വയലിൽ അയാൾക്ക് പ്രത്യേകമൊരു സ്വാധീനമാണ്. അതെന്താണെന്ന് ആർക്കും അറിയില്ല. എത്രയും വേഗം ഈ വയൽപ്പാരാവാരത്തിനക്കരെ എത്തുകയാണ് അഭികാമ്യം. അപ്പുണ്ണിയുടെ സംസാരത്തിൽ നിന്ന് ഇരുവരും ആപത്ശങ്ക തിരിച്ചറിഞ്ഞു. അവർ അതിദ്രുതം ചുവടുകൾ വെച്ചു. വൈനതയൻ തിരുമേനി തങ്ങൾക്കെതിരെ പ്രയോഗമാരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഏതോ ഒരു ദുർമൂർത്തിയുടെ പിടിയിൽ നിന്നാണ് അപ്പുണ്ണി തന്നെ രക്ഷിച്ചതെന്ന് മേനോൻ ഉറപ്പായി. അവരിരുവരും കൈകോർത്ത് മുന്നിൽ നടന്നു. തൊട്ടു പിന്നാലെ അപ്പുണ്ണിയും. അപ്പുണ്ണി പരിസരമെല്ലാം ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ പൊടുന്നനെ അപ്പുണ്ണി മുന്നിൽ നടന്നവരെ തടഞ്ഞു. അവൻ്റെ കർണങ്ങളും നയനങ്ങളും നാസാരന്ധ്രങ്ങളും ഒരുപോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിരുന്നു അത്. വയൽക്കാറ്റിൻ്റെ ചൂളത്തിന് പെട്ടെന്ന് സംഭവിച്ചൊരു സ്വരം മാറ്റം അപ്പുണ്ണിയുടെ കർണങ്ങൾ പിടിച്ചെടുത്തു. നാസാരന്ധ്രങ്ങൾ അപരിചിതമായ ഏതോ ഗന്ധത്തിൻ്റെ അലകൾ തിരിച്ചറിഞ്ഞു. കണ്ണുകൾക്ക് മുന്നിൽ വളരെ അകലെയല്ലാതെ മറ്റാരും കാണാത്ത എന്തോ ഒന്ന് ദൃശ്യമാകുകയും ചെയ്തു. നിൽക്കൂ, ഇനി മുന്നോട്ട് ചുവട് വയ്ക്കരുത്. ഒരു വലിയ അപകടം വരുന്നു. നമ്മെ ഒന്നാകെ തീർക്കാനുള്ള വരവാണത്. പക്ഷേ നിങ്ങൾ ഭയപ്പെടരുത്. മനസ്സിലാവോളം ധൈര്യം സംഭരിച്ചോളൂ. അച്ഛൻ തിരുമേനി ഇത്തവണ എന്നെ വെറുതെ വിടില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. അപ്പുണ്ണിയുടെ വാക്കുകൾ സമാശ്വാസത്തിന് പകരം ഉത്കടമായ നടുക്കമാണ് അവർക്ക് സമ്മാനിച്ചത്. ഇടിയേറ്റാൽ എന്നോണം അവർ തരിച്ച് സ്തംഭിച്ചു നിന്നുപോയി. സംഭീതരായി അവർ അപ്പുണ്ണിയെ നോക്കി. അവൻ്റെ അരികത്തേക്ക് ഒന്നുകൂടി ചേർന്നു നിൽക്കുകയും ചെയ്തു. വയൽക്കരയിൽ സർപ്പക്കാവിലെ വയസ്സൻ മരങ്ങൾ ഉലഞ്ഞു തുള്ളാൻ തുടങ്ങി. അവിടെ നിന്ന് പുനർജനിക്കുകയാണ് ഒരു ചുഴലിക്കാറ്റ്. വയലിലെ നിതാന്തമായ നിശബ്ദത അന്തരീക്ഷത്തിന് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുവരെ ഒരേ താളക്രമത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന ചീവീടുകളുടെ നിലവിളിക്ക് ഒരു സ്വരം മാറ്റം. വരൂ,
നമുക്കൊന്നിച്ചു നടക്കാം. അപ്പുണ്ണി ഇരുവരുടെയും തോളിൽ സ്പർശിച്ചു. പക്ഷേ നിന്നിടത്തു നിന്ന് ഒരു ചുവട് പോലും അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. ആ കാലുകളിൽ അജ്ഞാതമായൊരു കൂച്ചുവിലങ്ങ് വന്നു വീണിരിക്കുന്നത് പോലെ. അപ്പുണ്ണി! മേനോൻ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരിക്കുന്നു. ഭയപ്പെടരുത് മേനോൻ ചേട്ടാ, അത് ശ്രദ്ധിച്ചു നിന്നോ. ആ സർപ്പക്കാവിനരികിൽ നിന്ന് വലിയൊരു അഗ്നിജ്വാല നമ്മുടെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. അപ്പുണ്ണി പരിഭ്രമത്തോടെ അങ്ങോട്ട് തന്നെ തുറിച്ചു നോക്കി. പൊതുവാൾ അറിയാതെ അയാളുടെ തൊണ്ടയിൽ നിന്ന് നിലവിളി ഉയർന്നുപോയി. നമ്മെ കത്തിക്കാൻ വരുന്ന അഗ്നിമുഖന്റെ മറ്റൊരു രൂപമാണത്. വരട്ടെ. അപ്പുണ്ണി യോഗദണ്ഡ് കയ്യിലെടുത്തു. അപ്പോഴേക്കും അഗ്നിയുടെ വലിയൊരു കോട്ട അവരെ ചുറ്റിക്കറങ്ങി തുടങ്ങി. ഭ്രാന്തമായ വേഗതയിൽ ആ അഗ്നിച്ചുഴി അടുത്ത ക്ഷണം അവരെ മൂവരെയും തൻ്റെ വലയത്തിനുള്ളിലാക്കി. ആ വയലിൻ്റെ ഏതെല്ലാമോ ഭാഗത്തു നിന്നൊക്കെ അരൂപികളായ മൂർത്തികൾ അങ്ങോട്ട് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ശബ്ദവും അപ്പുണ്ണി തിരിച്ചറിഞ്ഞു. അടുത്ത മാത്രയിൽ ആ വലിയ അഗ്നിക്കോട്ട തങ്ങളെ ഒന്നാകെ ആവാഹിക്കും. വൈനതയും തിരുമേനിയുടെ അഗ്നിമുഖൻ എന്ന ദുർമൂർത്തിയെ തളയ്ക്കാൻ യഥാർത്ഥ അഗ്നിഭഗവാന്റെ തുണയേ ഉതകൂ. ആ നിമിഷം അപ്പുണ്ണിക്ക് അഗ്നിഭഗവാന്റെ ധ്യാനശ്ലോകം ഓർമ്മ വന്നു. ഇതിനു മുൻപൊരിക്കലും അവൻ ചൊല്ലിയിട്ടില്ലാത്ത ശ്ലോകം. അംസാസക്ത സുവർണമാല്യമരുണ സ്രക്ചന്ദനാലങ്കൃതം ജ്വാലാപുണ്ഡ ജടാകലാപവിലസ മൗലീം സുശുക്ലാംബരാം ശക്തി സ്വസ്തിക ദർഭമുഷ്ടിക ജഹ ഭോർഭിരവി ഭ്രമജിത ത്രിനയനം രക്താമഗ്നീം ഭജേ. സ്വർണമാല അണിഞ്ഞവനും ചുവന്ന മാല കൊണ്ട് ചന്ദനം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനും ജ്വാലാസമൂഹമാകുന്ന ജടകളെ കൊണ്ട് മനോഹരമായ ശിരസോടു കൂടിയവനും വെളുത്ത പട്ടു ഉടുത്തവനും ശക്തി സ്വസ്തികം ദർഭമുഷ്ടി രുദ്രാക്ഷമാല സ്രുവം ജഹ അഭയം വരദം എന്നിവ ധരിച്ച കൈകളോട് കൂടിയവനും 3 കണ്ണുകളുള്ള മനോഹരനും ചുവന്ന നിറത്തോടു കൂടിയവനുമായ അഗ്നിയെ ഞാൻ ഭജിക്കുന്നു. കർമാനുഷ്ഠാനങ്ങളിലൂടെ ഇരുത്തം വന്നൊരു മഹായോഗിയുടെ മന്ത്രണം പോലെ ഭക്തിസാന്ദ്രമായിരുന്നു അപ്പുണ്ണിയുടെ ആ ധ്യാനം. തങ്ങൾക്കു ചുറ്റുമുള്ള അഗ്നിമുഖ അഗ്നിവ്യൂഹം തലക്ഷണമൊന്നിളകി, കലമ്പി. യഥാർത്ഥ അഗ്നിഭഗവാന്റെ മുന്നിൽ ശൂന്യമായി പോകുന്ന പൈശാചിക ശക്തിയുടെ പരാജയം. ആഹ്ലാദകരമായിരുന്നു ആ അനുഭവം. അഗ്നിമുഖനൊഴിഞ്ഞ ക്ഷണത്തിൽ മൂവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അതുപക്ഷേ മറ്റൊരു ദുരന്തത്തിൻ്റെ പൂമുഖത്തേക്കാണെന്ന് അവരാരും അറിഞ്ഞതേയില്ല. വൈനതയും തിരുമേനി ഭ്രാന്തമായി പൊട്ടിച്ചിരിച്ചു. അടക്കാൻ കഴിയാത്ത ആഹ്ലാദത്തിൻ്റെ അമിതാവേശം നൽകുന്ന അട്ടഹാസം. വിജയിക്കുന്നു, താൻ അന്ത്യമുഹൂർത്തത്തിൽ വിജയിച്ചു തുടങ്ങുന്നു. അഗ്നിമുഖൻ പരാജയങ്ങൾക്ക് മുന്നിൽ തോറ്റു തൊഴുതു മടങ്ങുന്ന മൂർത്തിയല്ല. പുറപ്പെട്ടാൽ ഒരു വിജയമെങ്കിലും നേടാതെ തിരിച്ചു വരികയുമില്ല. ഇവിടെ ഇതാ 1 പകരം 2 വിജയം. തിരുമേനി മഷിവെറ്റിലയിലേക്ക് ഒന്നുകൂടി നോക്കി. ഉവ്, 2 വീടുകളും ഒരുപോലെ നിന്ന് കത്തുകയാണ്. അടുത്ത ക്ഷണം കത്തിക്കരിഞ്ഞ വീടുകളുടെ ആരൂഢം പോലും ചാമ്പലായി നിലത്തമരും. അതുകൂടി കണ്ടിട്ടേ മഷിനോട്ടം മറയ്ക്കുന്നുള്ളൂ. വയലിൽ നിന്ന് അഗ്നിമുഖനെ പരാജയപ്പെടുത്തി അയച്ചെന്ന് ആഹ്ലാദിക്കുന്നുണ്ടാവും അവന്മാർ. എന്നാലും ഒരു യോഗദണ്ഡിൻ്റെ മാത്രം മഹത്വത്തിൽ അപ്പുണ്ണിക്ക് എങ്ങനെ സാധിച്ചു? തീർച്ചയായും അതുമാത്രമാകില്ല. മറ്റെന്തോ ഒരു സിദ്ധിവിശേഷം കൂടി അവനെ തുണയ്ക്കാൻ എത്തുന്നുണ്ട്. ഹോ, അപ്പുക്കുട്ടൻ! തിരുമേനി ഒന്ന് ഞെട്ടി. അപ്പുക്കുട്ടനായിരിക്കില്ലേ ഇവനെ നിയന്ത്രിക്കുന്നത്? മനസ്സുകൊണ്ട് എത്ര അകലത്തിരുന്ന് ആരെയും നിയന്ത്രിക്കാൻ കഴിയും? ഒന്ന് പതറിയെങ്കിലും സടകുടഞ്ഞുണർന്നുകൊണ്ട് മഷിവെറ്റിലയിൽ ഒരു ഹിമാലയ ദർശനം സാധിച്ചു. മഹാധ്യാനത്തിൽ സ്വന്തം അറയിൽ പത്മാസനത്തിൽ ഇരിക്കുന്നു അപ്പുക്കുട്ടൻ. ശരീരം നിശ്ചലമാണ്. ഇനിയൊന്നും സംശയിക്കാനില്ല. തൻ്റെ കണക്കുകൂട്ടൽ എത്രമാത്രം സത്യമായി ഭവിച്ചിരിക്കുന്നു.
ഇത് അപകടമാണല്ലോ. അപ്പുക്കുട്ടൻ്റെ ശരീരം മാത്രമേ അവിടെയുള്ളൂ. അപ്പുണ്ണിയുടെ ശരീരത്തിൽ ഇപ്പോഴുള്ള മനസ്സ് യഥാർത്ഥത്തിൽ അവൻ്റേതല്ല, അപ്പുക്കുട്ടൻ്റേതാണ്. വൻ ചതി. അവൻ ഇലമംഗലത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് വാക്കുപാലിച്ചിരിക്കുന്നു. പക്ഷേ മനസ്സുകൊണ്ട് അവൻ ഇപ്പോൾ ഇതേ ഗ്രാമത്തിലാണ്. അധികനേരം അപ്പുക്കുട്ടനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ത്രാണിയില്ലാനാവും ആ ദൃശ്യം വൈനതയെ എളുപ്പം മറച്ചു. ആ ക്ഷണം തന്നെ അപ്പുണ്ണിയുടെ മനസ്സ് വായിച്ചറിയാനുള്ളൊരു ശ്രമവും നടത്തി നോക്കി. അത് ഫലിക്കുന്നില്ല. കാരണം അപ്പുണ്ണി ഒന്നും ചിന്തിക്കുന്നില്ല. തിരുമേനി ഉത്കടമായി പതറിപ്പോയി. ഇത്രയും സാധിച്ചത് അപ്പുണ്ണിയും കൂട്ടരും വയലിലേക്കിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴാണ്. അഗ്നിമുഖന് പറ്റിയ പരാജയവും തിരുമേനി കണ്ടുകൊണ്ടാണിരുന്നത്. അവിടെ നിന്ന് അവർ പായാൻ തുടങ്ങിയപ്പോൾ തെല്ലൊന്ന് നടുങ്ങാതിരുന്നില്ല. അപ്പുണ്ണിക്ക് അഭയം നൽകാൻ ആനയിച്ചുകൊണ്ട് പോവുകയല്ലേ ഏഭ്യന്മാർ. അവൻ എവിടെ അന്തിയുറങ്ങുമെന്ന് ഒന്ന് കാണണമല്ലോ. അഗ്നിമുഖനെ പിൻവലിച്ചു. മേനോന്റെയും പൊതുവാളിൻ്റെയും വീടുകൾക്ക് നേരെ ആകർഷിച്ചു. ഒരു പരാജയത്തിൻ്റെ ക്രൗര്യം കൂടി ഉണ്ടായിരുന്ന അഗ്നിമുഖന് ആ വീടുകൾ ചാമ്പലാക്കാൻ അരനിമിഷത്തിൻ്റെ ഇടവേള പോലും ആവശ്യമുണ്ടായിരുന്നില്ല. ഇലമംഗലം ഗ്രാമത്തിലെമ്പാടും ഒരു കൂട്ട നിലവിളിയുടെ മാറ്റൊലി പടർന്നു. മേനോന്റെ വീടിനുള്ളിൽ കുടുങ്ങിപ്പോയ 2 കുട്ടികൾ വീടിനൊപ്പം ചാമ്പലായി. ഉറക്കത്തിൽ നിന്നവർക്ക് പിടഞ്ഞെണീക്കാൻ കഴിഞ്ഞില്ല. ഉണർന്നവർക്ക് പരിസരബോധം വന്നപ്പോഴേക്കും മേൽക്കൂരയിൽ അഗ്നി പടർന്നു കഴിഞ്ഞിരുന്നു. ആ അയലത്തുള്ള 2 വീട്ടുകാരുടെ നിലവിളി ഗ്രാമത്തിന്റെ മുറവിളിയാകാൻ തെല്ലും വൈകിയില്ല. ആ നിലവിളികളുടെ മാറ്റൊലിക്കും മുകളിൽ വൈനതയും തിരുമേനിയുടെ അട്ടഹാസത്തിന്റെ അലകളും വിപുലമായ വയൽമേഖലയ്ക്കും മീതെ കാറ്റിനൊപ്പം. അപ്പുണ്ണി, അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു. വീടിനടുത്തു നിന്നാണല്ലോ ആ അലമുറ ഉയരുന്നത്. മേനോൻ ഭയാക്രാന്തനായി പറഞ്ഞു. വയൽ കഴിഞ്ഞ് വെട്ടുവഴിയിലേക്ക് അവർ കയറാൻ തുടങ്ങുകയായിരുന്നു. അപ്പുണ്ണിയും ഒന്ന് പതറിയില്ലെന്ന് പറഞ്ഞുകൂടാ. പാദങ്ങൾക്ക് വീണ്ടും വിശ്രമമില്ലാത്ത ചലനവേഗത നൽകി. അലമുറ കൂടുതൽ കൂടുതൽ വ്യക്തത പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാഴിക അകലത്തുനിന്നേ മേനോൻ കണ്ടറിഞ്ഞു. ആളുന്ന അഗ്നിയുടെ ഉറവിടം സ്വന്തം വീടിൻ്റെ മേൽക്കൂര തന്നെയാണ്. പൊതുവാൾ 2ാമത്തെ അഗ്നിമലയും തിരിച്ചറിഞ്ഞു. ഇരുവരും ആർത്തനാദത്തോടെ വന്യമായ വേഗതയോടെ പാഞ്ഞു ചെന്നു. അഗ്നിമുഖന് ആവേശത്തിൻ്റെ ഉത്സവം, വൈനതയും തിരുമേനിക്ക് വിജയോന്മാദം. എടുക്കട അപ്പുക്കുട്ട നിന്റെ യോഗദണ്ഡ്. അപ്പുണ്ണിയെ സ്വന്തം തന്തയെ എതിർക്കാനുള്ള ശക്തി നൽകി പറഞ്ഞയച്ചിരിക്കുകയല്ലേ നീ. നീയോ വലുത്, പാഴൂർ ഇല്ലത്തിലെ വൈനതയും തിരുമേനിയോ വലുതെന്ന് ഈ രാത്രി ഇരുണ്ടു വെളുക്കും മുൻപ് നിനക്കറിയാറാകും. വൈനതയും തനിയെ വെല്ലുവിളിച്ചു. പൊട്ടി പൊട്ടിച്ചിരിച്ചു. പൂജാമുറിയിൽ അപ്പുക്കുട്ടനും കൂടി നിൽക്കുന്നുണ്ടെന്ന് തോന്നും അയാളുടെ ആ വെപ്രാളം കണ്ടാൽ. പൂജാമുറിയുടെ വാതിൽ സാക്ഷികൾ 2ഉം ഒന്നുകൂടി ബന്ധിച്ച് കൊളുത്താനുള്ള മറ്റു വിളക്കുകളും പന്തങ്ങളും കൂടി കൊളുത്തി നിരത്തി. ഇന്ന് തിരുമേനിക്ക് ഉത്സവമാണ്, തിരുവാറാട്ടാണ്. ഇതുവരെ ചെയ്തു തീർത്തതിനുമുപരി ഇന്നു ചെയ്യണം. ഇന്നത്തോടെ ശത്രുസംഹാരം പരിപൂർണമാകണം. ഇനി ഒരു മാത്ര പോലും വെറുതെ കളയാനില്ല. വല്ലാത്തൊരു ഹരം കയറിയിരിക്കുകയാണ് തിരുമേനിക്ക്. അപാര ബുദ്ധിശാലിയാണ് അപ്പുക്കുട്ടൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അറിയാതെയെങ്കിലും അത് വകവച്ചേ മതിയാവൂ. ആ ബുദ്ധിയുടെ മൂർച്ച കൂടുതൽ കൊണ്ടാണല്ലോ അവൻ ഇവിടേക്ക് വരാതിരുന്നതും. വിജയിക്കില്ലെന്ന് ഉൾപ്രേരണ തോന്നുന്ന മത്സരങ്ങളിൽ ബുദ്ധിമാന്മാർ പങ്കെടുക്കാറില്ല. പക്ഷേ അവൻ ഭയങ്കരനുമാണ്. സ്വന്തം പുത്രനിലൂടെ തന്നെ എതിർക്കാൻ പറഞ്ഞയച്ചതിലൂടെ അവൻ്റെ ഉള്ളിലെ ഒരു പ്രതികാര പൂർത്തീകരണമാണോ അപ്പുക്കുട്ടൻ സാധിച്ചിരിക്കുന്നത്? ഒരിക്കൽ അപ്പുക്കുട്ടൻ്റെ കാമുകിയായിരുന്നു അപ്പുണ്ണിയുടെ അമ്മ അമ്മു. അന്നു മുതൽ ഉള്ളിൽ ചുമന്നു നടന്ന ഒരു പ്രതികാരമല്ലേ ഇത്തരമൊരു തീരുമാനമെടുക്കാനും അവനെ പ്രേരിപ്പിച്ചത്? എന്തുതന്നെയായാലും ഇതാ അപ്പുക്കുട്ടൻ പരാജയപ്പെടാൻ പോകുന്നു.
ഇലമംഗലം ഗ്രാമം നാളെ രാവിലെ ഉണ്ടായിരിക്കരുത്. തന്നെ എതിർത്ത ഒരു മനുഷ്യജീവിയും നാളെ പ്രഭാതം കാണരുത്. ക്രൂരമായൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു വൈനതേയൻ തിരുമേനി. പലവട്ടം ആലോചിച്ചിട്ടും വേണ്ടെന്ന് വച്ചൊരു ക്രൂരകൃത്യം. ഒരു ഗ്രാമം മുഴുവൻ ചുട്ടരിക്കുകയാണെന്ന് വെച്ചാൽ കുറേയേറെ നിരപരാധികളെ കൂടി നശിപ്പിക്കുകയെന്ന് വരും. ഇതുവരെ ആ ചിന്തയാണ് ഒരിടവേള നൽകിയിരിക്കുന്നത്. ഇനി ആ കാരുണ്യം കാണിക്കേണ്ട കാര്യമില്ല. ഇലമംഗലം ഗ്രാമം ചുട്ട് കരിക്കുക. ഈ നാട്ടിൽ നിന്ന് അറിയപ്പെടാത്ത മറ്റേതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് ചേക്കേറുക. വൈനതേയൻ തിരുമേനിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതിജ്ഞയായിരുന്നു അത്. അതിനുള്ള ഒരുക്കങ്ങളാണ് പൂജാമുറിയിൽ ചടുലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിൻ്റെ ശ്യാമയാമങ്ങൾ ഒന്നൊന്നായി ഇഴഞ്ഞു നീങ്ങി. മേനോന്റെ വീട് ഒരു ചാമ്പൽ കൂമ്പാരമായി. പൊതുവാളിൻ്റെ നാലുകെട്ട് എരിഞ്ഞമരുന്നു. ആ ദുരന്തമറിഞ്ഞു വന്നടഞ്ഞ അയൽക്കാരും ഗ്രാമവാസികളും നിസ്സഹായതയോടെ തരിച്ചു നിൽക്കുകയാണ്. അഗ്നി അണയ്ക്കാനുള്ള അവരുടെ എല്ലാ പ്രതിരോധങ്ങളും നിഷ്കരുണം തടസ്സപ്പെടുകയായിരുന്നു. കത്തിയാളുന്ന വീടിൻ്റെ ഒരു നിശ്ചിത അകലത്തിൽ നിൽക്കാനേ എല്ലാവർക്കും കഴിഞ്ഞുള്ളൂ. നിയന്ത്രണത്തിൻ്റെ ഒരു ലക്ഷ്മണരേഖ ഒരു നിശ്ചിത അകലത്തിൽ വീടുകളെ ചുറ്റപ്പെട്ട് കിടന്നു. നിലത്തു കുന്തിച്ചിരുന്ന് സ്വന്തം കരങ്ങളിൽ തലയും താങ്ങി അപ്പുണ്ണി കരഞ്ഞു. ആ നിസ്സഹായതയ്ക്കെതിരെ എന്തു ചെയ്യണമെന്ന് അവനറിയില്ലായിരുന്നു. മേനോനെയും പൊതുവാളിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കാൻ അവൻ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇരിക്കെ അകലെ ഗ്രാമത്തിൻ്റെ മറ്റൊരു മൂലയിൽ നിന്ന് വിലാപം ഉയർന്നത് പൊടുന്നനെയായിരുന്നു. മറ്റൊരു വീടിനും തീ പിടിച്ചിരിക്കുന്നു. അയ്യോ, അത് ശാരദാമ്മയുടെ വീടാണല്ലോ, ആരോ പറയുന്നു. ഗ്രാമം ആ വെളിച്ചത്തിനു നേരെ കുതിച്ചു തുടങ്ങുന്നു. അവരെല്ലാം അവിടെ എത്തും മുൻപേ മറ്റൊരു ഭാഗത്തു നിന്നും നിലവിളി ഉയരാൻ തുടങ്ങി. ഇലമംഗലത്തിലെ 4 തെരുവുകളിലുള്ള ഓരോ വീടിനും തീപിടിച്ചത് ഒരേ സമയത്താണ്. അപ്പുണ്ണി, എണീക്ക്. നിന്റെയും എൻ്റെയും ഒരു മഹാകർമ്മത്തിനുള്ള സമയമായിരിക്കുന്നു. ഒന്നും ആലോചിക്കാതെ നീ വീട്ടിലേക്ക് കുതിക്കൂ. ആരാണ് തന്നോടത് വന്നു പറഞ്ഞത്? അപ്പുണ്ണി പിടഞ്ഞെണീറ്റു. ഒന്നും സംശയിക്കേണ്ട. ഒരു ക്ഷണമാത്രയും വെറുതെ കളയാനുമില്ല. നീ വീട്ടിൽ ചെല്ലൂ. അവിടെ എൻ്റെ അച്ഛനമ്മമാരുടെ ചുടലപ്പറമ്പിൽ നീ ചെല്ല്. പിന്നെ എന്തു ചെയ്യണമെന്ന് അപ്പോൾ നിനക്ക് തോന്നും. അപ്പുക്കുട്ടൻ്റെ ശബ്ദം. അപ്പുണ്ണി സടകുടഞ്ഞുണർന്നൊരു സിംഹമായി. മേനോൻ ചേട്ടാ, ഞാൻ വീട് വരെ പോകുന്നു. നിങ്ങൾ ആരെങ്കിലും കൂടി വരൂ. അവൻ്റെ കണ്ണുകളിലെ വല്ലാത്ത തിളക്കം മേനോനെ സ്തബ്ധനാക്കി. ആ ശബ്ദത്തിൻ്റെ ധാർഷ്ട്യം അമ്പരപ്പുണ്ടാക്കി. പിന്നെ നിന്നില്ല. അപ്പുണ്ണി ആ വീടുകളുടെ ചുടലപ്പറമ്പിൽ നിന്ന് സ്വന്തം വീട്ടിലെ ചുടലപ്പറമ്പിലേക്ക് ത്വരിതഗമനം ആരംഭിച്ചു. ഒപ്പം ചെല്ലാൻ മേനോൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഇലമംഗലം ഗ്രാമത്തിനു മേലെ അസാധാരണമായൊരു ചുഴലിക്കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് തീ പടർന്നു പിടിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അലമുറയുടെ അലയൊലികളും ഭയന്നു വിറച്ച നായ്ക്കളുടെയും വളർത്തു ജന്തുക്കളുടെയും നിലവിളികളും ഗ്രാമമാകെ ഉയരുകയാണ്. വൈനതേയൻ പ്രതികാര താണ്ഡവം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പുണ്ണി ഇരുട്ടിലൂടെ പാഞ്ഞു. അകലെ വീട് കാണാറായപ്പോൾ വീണ്ടും വേഗത വർദ്ധിച്ചതേയുള്ളൂ. അപ്പുണ്ണി, ശുഭസ്യ ശീഘ്രം. അപ്പുക്കുട്ടൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും കാതുകളിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു സ്വപ്നാടനക്കാരനെ പോലെ അപ്പുണ്ണി വീടിൻ്റെ മുറ്റത്തേക്കു കയറി. ഒപ്പമുണ്ടായിരുന്ന മേനോൻ ഒന്ന് സ്തംഭിച്ചില്ലെന്ന് പറഞ്ഞുകൂടാ. ആ ഓലപ്പുരയുടെ മുന്നിലെ പറമ്പിൽ പ്രകാശങ്ങളുടെ പ്രഭാപൂരം. സുഗന്ധധൂമങ്ങളുടെ മഹാപ്രപഞ്ചം പോലെ ആ അന്തരീക്ഷം മാറിയിരിക്കുന്നു. അപ്പുക്കുട്ടൻ്റെ അച്ഛനമ്മമാരുടെയും സഹോദരങ്ങളുടെയും ആ ചുടലപ്പറമ്പിൽ അസംഖ്യം നിലവിളക്കുകൾ കൊളുത്തി നിർത്തിയതാരാണ്? നിലവിളക്കുകളുടെ മധ്യത്തിൽ ഒരു ചെറിയ ഹോമകുണ്ഡം എരിയുന്നു.
ഏതോ ഉൾപ്രേരണ കൊണ്ടാകാം. നിലവിളക്കുകളുടെ മധ്യത്തിലെ ഹോമകുണ്ടത്തിന് മുന്നിലെ ആവണിപ്പലകയുടെ പീഠത്തിലേക്ക് അപ്പുണ്ണി ചുവടുവെച്ചു. പൂജാകളത്തിന് മുന്നിൽ അവൻ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചു. അപ്പോൾ അപ്പുണ്ണി അപ്പുണ്ണിയായിരുന്നില്ല. അപ്പുക്കുട്ടനെ പോലെ ഒരു മഹായോഗി ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങളാണ് അവൻ അനുവർത്തിക്കാൻ ആരംഭിക്കുന്നത്.